ഗുയ്സ് മിഡിൽ ഈസ്റ്റ് കത്തുകയാണ്. ഇസ്രായേലും ഇറാനും തമ്മിൽ വളരെ നാളുകളായി പല പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്നാൽ 2025 ജൂൺ 13 ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിട്ട് ഇസ്രായേൽ ഇറാന് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ഇതിൽ ഇറാനിന് വളരെ നാശനഷ്ടങ്ങളും പ്രധാനപ്പെട്ട പല ആളുകളെയും നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ ഇതിനൊക്കെ കാരണം എന്താണ്? ന്യൂട്രൽ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് വളരെ ചുരുക്കത്തിൽ 2 ഘട്ടങ്ങളായി പറഞ്ഞു തരാം. അതിനു മുൻപ് ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. വെയിറ്റ് അതിനു മുൻപ് എന്താണ് ഈ റൈസിംഗ് ലയൺ? ഈ പറയുന്ന 2 ശത്രു രാജ്യങ്ങളും പണ്ട് എല്ലാ രീതിയിലും സഹകരിക്കുന്ന 2 സുഹൃത്തുക്കളായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, 1979 ഇസ്ലാമിക് റെവല്യൂഷന് മുൻപ് ഇറാനുമായി മിലിറ്ററി ട്രേഡ് എന്നിങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇസ്രായേൽ സഹകരിച്ചിരുന്നു. അന്ന് ഇറാന്റെ ഫ്ലാഗിലുണ്ടായിരുന്നത് ഉദിച്ചുയരുന്ന സൂര്യന് മുൻപിൽ വാളുമായി നിൽക്കുന്ന ഒരു സിംഹത്തിന്റെ ചിഹ്നമായിരുന്നു. എന്നാൽ പിന്നീട് അത് മുസ്ലിം മതവുമായി ബന്ധപ്പെടുത്തുന്ന തരത്തിലുള്ള ഇപ്പോൾ നിലവിലുള്ള ചിഹ്നമായി മാറുകയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഒരുപക്ഷെ ഇറാനിലെ പൗരന്മാരോടല്ല, അവിടുത്തെ ഭരണകൂടത്തിന് എതിരെയുള്ള തങ്ങളുടെ മറുപടിയാണ് ഇതെന്ന് കാണിക്കാനുള്ള ഇസ്രായേലിന്റെ ഒരു മെസ്സേജായി കണക്കാക്കുന്നതിലും തെറ്റില്ല. അതേസമയം ഇസ്രായേലിന് നേരെയുള്ള ഇറാന്റെ ഓപ്പറേഷൻ അവർ പേരിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്നാണ്. അതെ, ഇത് 3ാം തവണയാണ്. തങ്ങൾക്ക് നേരെയുള്ള ഓരോ അടിക്കും തിരിച്ചടി നൽകിയിരിക്കുമെന്നാണ് ഇതിൽ നിന്നും ഇറാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് 2 രാജ്യങ്ങൾക്കും പരസ്പരമുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കാം. ഇറാന്റെ കാഴ്ചപ്പാട്. ആൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന പാലസ്തീൻ ഇഷ്യൂ തൊട്ട് തുടങ്ങാം. ഇസ്രായേലും പാലസ്തീനിലെ ആളുകളുമായുള്ള പ്രശ്നത്തിൽ ഇസ്രായേൽ അവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്തുന്നു എന്നതാണ് ഇറാന്റെ വാദം. മാത്രമല്ല, ഓപ്പണായി തന്നെ ഇറാൻ പാലസ്തീനെയാണ് അനുകൂലിക്കുന്നത്. അതുപോലെ തന്നെ USA എതിർക്കുകയും മിഡിൽ ഈസ്റ്റിലുള്ള വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യം. എന്നാൽ ഇസ്രായേൽ ആണെങ്കിലോ USAയുമായി വളരെ നല്ല അടുപ്പമാണ് വെച്ച് പുലർത്തുന്നത്. ഇത് ഇറാനിന് ആ ഭാഗത്തെ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നത് വളരെ വലിയ തടസ്സമാണ്. ഒപ്പം ഇറാനിന്റെ ഈ നീക്കത്തെ USAയുടെയും സൗദി അറേബ്യയുടെയും ഒക്കെ സപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ എതിർക്കുന്നതും ഇസ്രായേലാണ്. ഇസ്രായേലിന്റെ കാഴ്ചപ്പാട്. ഇസ്രായേലിന് ഉള്ളിൽ കാലങ്ങളായി നടന്നു വരുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ തീവ്രവാദി സംഘടനകളും ഇറാന്റെ ചിറകിന്റെ കീഴിലാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാരണം. ഹെസ്ബുള്ള, ഹമാസ് എന്നിങ്ങനെയുള്ള തീവ്രവാദി സംഘടനകൾക്ക് വേണ്ട ട്രെയിനിങ്ങും പൈസയും ആയുധങ്ങളും തുടങ്ങിയ സഹായങ്ങളെല്ലാം നൽകുന്നത് ഇറാനാണ്. അങ്ങനെയുള്ള രാജ്യത്തിന്റെ കയ്യിൽ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാകുകയാണെങ്കിൽ അത് ഇസ്രായേലിനും ഒപ്പം മറ്റുള്ള രാജ്യങ്ങൾക്കും എല്ലാം ഒരു ഭീഷണിയാകുമെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു. എന്നാൽ സമാധാനപരമായ കാര്യങ്ങൾക്കും എനർജിക്കും വേണ്ടി മാത്രം, അതായത് സിവിലിയൻ ന്യൂക്ലിയർ പ്രോഗ്രാം മാത്രമാണ് അവർ നടത്തുന്നത് എന്നാണ് ഇറാന്റെ വാദം. പക്ഷേ ഇസ്രായേലും മറ്റ് വെസ്റ്റേൺ രാജ്യങ്ങളും ഈ കാര്യം ഒട്ടും വിശ്വസിക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ ഇറാനിലെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഓപ്പണായി തന്നെ ഇസ്രായേലിനെ വകവരുത്തുമെന്ന പല ഭീഷണികളും നടത്തുകയും ചെയ്തു. ഇപ്പോൾ മിണ്ടാതിരുന്ന ഇസ്രായേലിന്റെ ഭാവി തലമുറകളെ വരെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു പ്രഹരം തങ്ങൾക്ക് ലഭിക്കേണ്ടി വരും എന്നാണ് ഇസ്രായേലിന്റെ വാദം. ഈ അടുത്ത വർഷങ്ങളായി ഇസ്രായേലിന് ധാരാളം നഷ്ടങ്ങളാണ് തീവ്രവാദികൾ മൂലം ഉണ്ടായിട്ടുള്ളത്. അതിനെതിരായ സൈബർ അറ്റാക്കുകളും എയർ സ്ട്രൈക്കുകളും ഒക്കെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമായിരുന്നു. എങ്കിലും പ്രശ്നങ്ങൾ ഇത്രയും ഗുരുതരമായത് ഇസ്രായേലിന്റെ അപ്രതീക്ഷിതമായ അറ്റാക്ക് നിന്നാണ്. ഇതിൽ മറ്റുള്ള രാജ്യങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നോക്കണ്ടേ? USA എന്തായാലും കട്ടയ്ക്ക് ഇസ്രായേലിന്റെ കൂടെ തന്നെ ഉണ്ട്. സൗദി അറേബ്യ നൈസിന് ഇസ്രായേലിലോട്ടാണ് ചായവെങ്കിലും ഒരു യുദ്ധത്തിലേക്കൊന്നും കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് അവരുടെ വാദം. റഷ്യയും ചൈനയും പൊളിറ്റിക്കലി ഇറാന്റെ പക്ഷമാണെങ്കിലും ഇപ്പോൾ നടക്കുന്ന പ്രശ്നം കൂടുതൽ വഷളാക്കണ്ട എന്നാണ് അഭിപ്രായമാണ് അവർക്കുള്ളത്. പക്ഷേ ഇറാൻ ഒരു മുസ്ലിം രാജ്യമല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് മറ്റു മുസ്ലിം രാജ്യങ്ങൾ ഇറാനിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല? കാരണമുണ്ടല്ലോ. ഇറാൻ ഒരു ഷിയ മെജോറിറ്റി രാജ്യവും മറ്റുള്ളവ സുന്നി മെജോറിറ്റി രാജ്യങ്ങളുമാണ്. മാത്രമല്ല, ഇറാനിന് തീവ്രവാദി സംഘടനകളുമായുള്ള ബന്ധവും മറ്റു പല കാര്യങ്ങളും ഇറാനിൽ നിന്നും അകന്നു നിൽക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നു. അല്ല, അപ്പോൾ ഇന്ത്യ ഇതിൽ ആരുടെ പക്ഷത്താണ്? അത് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്താലോ? കാരണം ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നത് ഇന്ത്യക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരുപാട് ഡീറ്റെയിൽ അല്ലെങ്കിലും ഇപ്പോഴുള്ള പ്രശ്നത്തിൻ്റെ ഒരു ചെറിയ ഐഡിയ നിങ്ങളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഗുയ്സ്, ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എന്തെങ്കിലും കുറ്റമോ കുറവോ നല്ലതായി തോന്നിയ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബ് എനിക്ക് വളരെ വലുതാണ്. ഇതുപോലെ തന്നെ ഈ പ്രശ്നത്തിനെ പറ്റി അറിയാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗുയ്സ്, സബ്സ്ക്രൈബ് പ്ലീസ്. താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.